ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രെഡ് കോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡിനെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ബ്രെഡ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈർപ്പം കയറാതിരിക്കാനായിട്ട് ഒരു പ്ലേറ്റും കൂടി വെച്ച് കൊടുത്തിട്ട് എല്ലാ ബ്രെഡും നമുക്കിതുപോലെ അതിനകത്ത് വെക്കാം. 1 മിനിറ്റോളം ഒന്ന് ആവി കയറ്റിയെടുക്കണം. പാത്രത്തിൻ്റെ പുറത്തേക്ക് ആവി ഇങ്ങനെ വരുന്നത് കാണാം. ആ ഒരു സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. ആ ഒരു ചൂടോടുകൂടി തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൈറ്റ് പോർഷൻ മാത്രം എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എല്ലാ ബ്രെഡുകളും ഇതുപോലെ പരത്തി നമുക്കൊരു ഷീറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഈ ഒരു സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ക്യാരറ്റും ഒരു പകുതി സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. വെജിറ്റബിൾസൊക്കെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണം. അപ്പോൾ ക്യാപ്സിക്കവും ക്യാബേജും ഒക്കെ നമ്മൾ ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ചതഞ്ഞതുപോലെയാണല്ലോ കിട്ടുന്നത്. ആ ഒരു ക്യൂബ് ഷേപ്പിൽ കിട്ടൂല. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. ഞാനിതിലേക്ക് ഒരു കഷ്ണം ആപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഈ ഒരു സമയം തന്നെ ചുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാവുന്നതിന് ഇടയ്ക്ക് തന്നെ ഞാൻ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പാനിൽ ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീയും യൂസ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഷീറ്റ് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും താഴെ വരുന്ന ആ ഒരു എഡ്ജ് ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഹോൾസ് കാണാത്ത രീതിയിൽ അത് ഫോൾഡ് ചെയ്തെടുക്കണം. കാരണം ആ ഒരു ഹോളിലൂടെ നമ്മുടെ ഫില്ലിങ് പുറത്ത് വരാതിരിക്കാനാണ്. ഇനിയിപ്പോൾ ഈ സൈഡൊക്കെ നമുക്ക് മൈദ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് വരുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കോണിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗത്ത് ഫില്ലിങ് അധികം എത്തൂല. അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ ഹോൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ ബ്രെഡ് നമുക്ക് കോൺ ഷേപ്പിൽ റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ആ ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ബ്രെഡും ആ ഒരു കോണിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. എല്ലാ കോൺസും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാതെ വെറുതെ ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് അല്പം മയണൈസും പിന്നെ പെപ്പർ പൗഡറും ലേശം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺസിലേക്ക് ഈ ഒരു ഫില്ലിങ് നമുക്ക് നിറച്ചു കൊടുക്കാം. കോണിൻ്റെ കുറച്ച് താഴെയായിട്ട് ഫില്ലിങ് നിറയാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ പുറകു വശം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ എല്ലാ കോൺസിലേക്കും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബ്രെഡ് കോൺസൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇഫ്താറിന് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിംഗ് തന്നെ വെക്കണമെന്നില്ല. ഫില്ലിങ്ങിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ചിക്കനും ബീഫും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. എങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.